ഇന്ന് നമുക്ക് മാക്സിമ ആൻഡ് മിനിമ എന്ന ടോപ്പിക്കിലെ കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം. ഷോ ദാറ്റ് ദ സെമി വെർട്ടിക്കൽ ആംഗിൾ ഓഫ് ദ കോൺ ഓഫ് മാക്സിമം വോളിയം ആൻഡ് ഓഫ് ഗിവൺ സ്ലാന്റ് ഹൈറ്റ് ഈസ് tan inverse √2. Consider this cone. The slant height of this cone is given. ഈ കോണിൻ്റെ സ്ലാന്റ് ഹൈറ്റ് ഗിവൺ ആണ്. അതുകൊണ്ട് അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്ക് അത് L എന്ന് എടുക്കാം. Let the slant height of this cone be L. ഇനിയും we want to prove that the semi-vertical angle of this cone of maximum volume is tan inverse √2. ഈ കോണിന്റെ വോളിയം മാക്സിമം ആകുമ്പോൾ ഇതിന്റെ സെമി വെർട്ടിക്കൽ ആംഗിൾ ടാൻ ഇൻവേഴ്സ് √2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ കോണിന്റെ സെമി വെർട്ടിക്കൽ ആംഗിൾ നമുക്ക് തീറ്റ എന്നെടുക്കാം. ഈ കോണിന്റെ റേഡിയസ് എക്സ് എന്നും ഹൈറ്റ് വൈ എന്നും എടുക്കാം. എക്സും വൈയും വേരിയബിൾസ് ആണ്. വിവിധ റേഡിയസ് അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള കോൺസ് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ സ്ലാന്റ് ഹൈറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇനി വോളിയം ഓഫ് ദിസ് കോൺ ഈസ് 1/3 പൈ r സ്ക്വയർ h. ഹിയർ റേഡിയസ് r അല്ല എക്സ് ആണ്. ഹൈറ്റിന്റെ സ്ഥാനത്ത് നമ്മൾ y എന്നാണ് എടുത്തിരിക്കുന്നത്. therefore 1/3 പൈ എക്സ് സ്ക്വയർ y. നമുക്ക് ഈ വോളിയത്തെയാണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിനകത്ത് രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. അപ്പൊ നമുക്ക് ഇതിനെ f(x) എന്നോ f(y) എന്നോ എടുക്കാൻ പറ്റില്ല. ആദ്യം നമുക്ക് ഈ വോളിയത്തിനെ സിംഗിൾ വേരിയബിൾഡ് എക്സ്പ്രഷൻ ആക്കണം. ഇൻ ടേംസ് ഓഫ് എക്സ് ഒൺലി ഓർ ഇൻ ടേംസ് ഓഫ് വൈ ഒൺലി. അതിനുവേണ്ടി നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. റൈറ്റ് ട്രയാങ്കിൾ ABC. ഇവിടെ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. പൈതഗോറസ് തിയറം ഈസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഓക്കെ, therefore x square plus y square is equal to L square. നമുക്കിവിടുന്ന് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇവിടെ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചാൽ ഡയറക്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേസമയം വൈ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ വൈ കണ്ടുപിടിച്ചിട്ട് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. കാരണം ഇവിടെ വൈ എന്നുള്ളതാണ് എക്സ്പ്രഷൻ. വൈ കണ്ടുപിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റൂട്ട് വരും. പ്രോബ്ലം കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആവും. അതുകൊണ്ട് എക്സ് സ്ക്വയർ കണ്ടുപിടിച്ച് ഈ എക്സ്പ്രഷനെ ഇൻ ടേംസ് ഓഫ് വൈയിലാക്കുന്നതായിരിക്കും എളുപ്പം. therefore what is x square? x square is L square minus y square. therefore volume is equal to 1/3 pi into L square minus y square into y. ഇവിടെ ഇപ്പോൾ നമുക്ക് വിക്ക് നല്ലൊരു എക്സ്പ്രഷനാണ് കിട്ടിയിരിക്കുന്നത്. അതേസമയം എക്സിലോട്ട് ആക്കിയായിരുന്നെങ്കിൽ റൂട്ട് വന്നേനെ, ഡിഫറൻസിയേഷനൊക്കെ വളരെ ബുദ്ധിമുട്ടായേനെ. നമുക്കപ്പോൾ ഇതിനെ f(x) എന്ന് എടുക്കാം. f(y) എന്ന് എടുക്കാം. f(y) is equal to 1/3 പൈ കോൺസ്റ്റന്റ് ആണ്, വെളിയിൽ കിടക്കട്ടെ. y അകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ L സ്ക്വയർ y മൈനസ് y³. ഇതിന്റെ തിയറി വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഡിഫറൻസിയേഷൻ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ഈസിയാണ്, പക്ഷെ പ്രോബ്ലം നന്നായിട്ട് മനസ്സിലാക്കിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. നൗ f'(y) is equal to 1/3 pi is a constant. L square y. L square is a constant taking outside. Derivative of y is 1. Derivative of x എന്ന് പറയുന്നത് പോലെ തന്നെ. Derivative of y³ is 3y square. മാക്സിമൈസ് ചെയ്യാനുള്ള കണ്ടീഷൻ f'(y) is equal to 0 and f'(y) less than 0. മാക്സിമത്തിന്റെ കണ്ടീഷൻ f'(y) is equal to 0 and f'(y) less than 0. f'(y) is equal to 0 implies, what is f'(y)? 1/3 pi into L square minus 3y square is equal to 0.
L square minus 3y square is equal to 0. L square is equal to 3y square. Y square is equal to L square by 3. Y is equal to root of L square by 3. That is L by root 3. Root of L square by 3. L square root L divided by root 3. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ L by root 3 എന്ന് കിട്ടി. ഇനി ഇത് മാക്സിമം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി f'' കണ്ടുപിടിക്കുക. വാട്ട് ഈസ് f''? f'' നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1/3 π ഇൻറ്റു L സ്ക്വയർ മൈനസ് 3y സ്ക്വയർ. f''y is equal to 1/3 π is a constant. Derivative of L square is 0. Minus 3y square minus 3 into derivative of y square is 2y. 3 3 കട്ടാവും. Minus 2πy. f''y is minus 2πy. Now നമുക്ക് കിട്ടിയ പോയിന്റിൽ ഈ f'' നമുക്കറിയണം. കിട്ടിയ പോയിന്റ് y L by root 3. f'' L by root 3 is equal to minus 2π into y is L by root 3. ഈ നമ്പേഴ്സ് എല്ലാം പോസിറ്റീവാണ്. 2 പോസിറ്റീവാണ്, π പോസിറ്റീവാണ്, L സ്ലാൻഡ് ഹൈറ്റ് പോസിറ്റീവാണ്, root 3 is positive. Therefore minus 2πl by root 3 is less than 0. Therefore maximum f''y less than 0 ആയത് കാരണം f of y നമ്മൾ മാക്സിമൈസ് ചെയ്തിരിക്കുകയാണ്. f of y means വോളിയം ഓഫ് ദ കോൺ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സെമി വെർട്ടിക്കൽ ആംഗിൾ ആണ്. സെമി വെർട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനാണ്. സെമി വെർട്ടിക്കൽ ആംഗിൾ tan ഇൻവേഴ്സ് റൂട്ട് 2 എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇത് തീറ്റ ആണ് സെമി വെർട്ടിക്കൽ ആംഗിൾ. നമുക്ക് ഇൻ ടേംസ് ഓഫ് ടാൻ ചെയ്യാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, ടാൻ തീറ്റ എങ്ങനെ ചെയ്യുക? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എക്സ്, അഡ്ജസന്റ് സൈഡ് വൈ. Therefore എക്സ് ബൈ വൈ. ആൻഡ് y ഈസ് L by root 3. y L by root 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. എന്താണ് റിലേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളത്? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഈ റിലേഷൻ നമ്മൾ ആദ്യമേ എഴുതിയിട്ടുള്ളതാണ്. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് എൽ ബൈ റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ. എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ബൈ 3 നമ്മൾ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്യുമ്പോൾ 3l സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ബൈ 3 ദാറ്റ് ഈസ് 2l സ്ക്വയർ ബൈ 3 ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. Therefore x is equal to root of 2l square by 3 root 2l by root 3. എൽ സ്ക്വയറിന്റെ റൂട്ട് എൽ, ബാക്കിയുടെയൊക്കെ റൂട്ട് ഇല്ലാത്തത് കൊണ്ട് റൂട്ടിനകത്ത് നമ്മൾ എഴുതി വെച്ചു. നൗ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബൈ വൈ. ടാൻ തീറ്റ ഈസ് എക്സ് ബൈ വൈ. റൂട്ട് 2l by root 3 divided by l by root 3. റൂട്ട് 3യും റൂട്ട് 3യും കട്ടാവും, എല്ലും കട്ടാവും. അപ്പോൾ എങ്ങനെ വരും? റൂട്ട് 2. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ഈ ക്യാൻസലേഷൻ സംശയം ഉണ്ടെങ്കിൽ റെസിപ്രോക്കൽ എടുത്താൽ മതി. റൂട്ട് 2l ഡിവൈഡഡ് ബൈ റൂട്ട് 3 ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റൂട്ട് 3 ബൈ എൽ. റൂട്ട് 3യും കട്ടാവും, എല്ലും കട്ടാവും. റൂട്ട് 2 എന്ന് തന്നെ വരും. ഓക്കെ. Therefore theta is equal to tan inverse root 2. Tan theta is root 2. Therefore theta is tan inverse root 2. Therefore the semi-vertical angle when the volume of the cone is maximum is
tan inverse root 2. Next problem. Show that of all rectangles inscribed in a given circle, the square has the maximum area. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സർക്കിൾ. ഈ സർക്കിൾ ഗിവൺ ആയതുകൊണ്ട് ഇതിന്റെ ഡയമെൻഷൻസ് കോൺസ്റ്റന്റ് ആണ്. സർക്കിളിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് ആണ്. ആ റേഡിയസ് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ 6 എന്ന് എടുക്കുന്നു. ഈ റേഡിയസ് 6 എന്ന് എടുക്കുന്നു. ഇനിയും ഇതിനകത്ത് നമ്മളൊരു റെക്റ്റാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. റെക്റ്റാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്യുമ്പോൾ റെക്റ്റാങ്കിളിന്റെ 4 വെർട്ടിസസും ഈ സർക്കിളിൽ ഇങ്ങനെ മുട്ടുകയും ചെയ്യും. റെക്റ്റാങ്കിളിന്റെ ഡയഗണല് സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുകയും ചെയ്യും. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ റെക്റ്റാങ്കിൾ ഒരു സ്ക്വയർ ആയിരിക്കും. എപ്പോഴാണ്? ഇതിന്റെ ഏരിയ മാക്സിമൈസ് ചെയ്യുമ്പോൾ. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ മാക്സിമം ആവുമ്പോൾ ഇതൊരു സ്ക്വയറായി മാറും. സ്ക്വയറായി മാറും എന്ന് പറഞ്ഞാൽ ലെങ്തും ബ്രെഡ്ത്തും സെയിം ആകും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ സർക്കിളിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന റെക്റ്റാങ്കിളിന്റെ ഏരിയ മാക്സിമൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാക്സിമം ആകുമ്പോൾ ഇതൊരു സ്ക്വയർ ആകും. അതായത് ലെങ്തും ബ്രെഡ്ത്തും സെയിം ആകും. നമുക്ക് ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എക്സ് എന്നും ബ്രെഡ്ത്ത് വൈ എന്നും എടുക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് ഇതും വൈ, ഇതും എക്സ്. ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എക്സ് എന്നും ബ്രെഡ്ത്ത് വൈ എന്നും നമ്മൾ എടുത്തു. നൗ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ എക്സ് ഇൻറ്റു വൈ. എക്സ് ആണ് ലെങ്ത്, വൈ ആണ് ബ്രെഡ്ത്ത്. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ. ഈ ഏരിയയെ ആണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് സിംഗിൾ വേരിയബിൾ അല്ല. ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. നമുക്ക് ഏതെങ്കിലും ഒരൊറ്റ വേരിയബിളിലേക്ക് ഇതിനെ മാറ്റണം. അതിനുവേണ്ടി നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. കാരണം ഡയഗണല് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഇതിന്റെ ബേസ് എക്സ്, ഓൾട്ടിറ്റ്യൂഡ് വൈ. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നതിന്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് റേഡിയസ് 6 ആണ്. അപ്പോൾ ഡയമീറ്റർ 2r ആകും. Therefore എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2r the whole square. എക്സ് സ്ക്വയർ ഈസ് പ്ലസ് y square is equal to 4r square. Now y square is equal to 4r square minus x square, or y is equal to root of 4r square minus x square. ഇവിടെ റൂട്ട് വന്നിട്ടുണ്ട്. ഡിഫറൻസിയേഷനൊക്കെ അല്പം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാം. ദെൻ ഏരിയ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. എന്താണ് വൈ കിട്ടിയേക്കുന്നത്? റൂട്ട് ഓഫ് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ ഇതൊരു സിംഗിൾ വേരിയബിളായി എക്സ് മാത്രമേ ഉള്ളൂ. നമുക്കിതിനെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനി നമുക്ക് ഈ ഏരിയയെ, റെക്റ്റാങ്കിളിന്റെ ഏരിയയെ മാക്സിമം ആക്കുകയാണ് വേണ്ടത്. മാക്സിമൈസ് ചെയ്യാനുള്ള കണ്ടീഷൻ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഡബിൾ ഡാഷ് എക്സ് ലെസ് ദാൻ 0. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാൻ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. വളരെ ശ്രദ്ധിച്ചിരിക്കുക. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ഓഫ് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് എന്നെടുത്ത് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. റൂട്ട് ഔട്ടർ മോസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുത്ത് റൂട്ട് എക്സ് എന്ന് അസ്യൂം ചെയ്ത് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്, 1/2 റൂട്ട്
4r² മൈനസ് എക്സ് സ്ക്വയർ. 4r² മൈനസ് എക്സ് സ്ക്വയറിനെ നമ്മൾ എക്സ് ആയിട്ട് വിചാരിച്ചപ്പോഴാണ് 1/2 റൂട്ട് എക്സ്. എക്സ് ആയിട്ട് വിചാരിച്ച 4r² മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. 4r² ഒരു കോൺസ്റ്റന്റ് ആണ്, മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. 4r² കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 മൈനസ് എക്സ് സ്ക്വയറിന്റെ 2x. ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് second function 4r² minus x square into derivative of the first x ന്റെ 1. First function into derivative of the second root of 4r² minus x square ൽ 4r² minus x square നെ x ആയിട്ട് അസ്യൂം ചെയ്ത് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്തു. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ടു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് എക്സിന്റെ 1. ഇവിടെ 2ഉം 2ഉം കട്ടാവും. നമ്മൾ കിട്ടിയത് അല്പം നീറ്റായിട്ടൊന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ റൂട്ട് ഓഫ് 4r² മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 4r² മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1. ഓക്കെ, ഇവിടെ ബൈ 1 എന്നെടുത്ത് ക്രോസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഇത് ക്രോസ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 4r² മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 4r² മൈനസ് എക്സ് സ്ക്വയർ. 2 പ്രാവശ്യം വരുമ്പോൾ റൂട്ട് പോകും. 4r² മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4r² മൈനസ് എക്സ് സ്ക്വയർ. ഇത് അഡീഷൻ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഇച്ചിരി വലിയ കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. 1 ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 4r² മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 4r² മൈനസ് എക്സ് സ്ക്വയർ ബൈ റൂട്ട് ഓഫ് 4r² മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1. ദിസ് ഈസ് ഈക്വൽ ടു 4r² മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4r² മൈനസ് എക്സ് സ്ക്വയർ. ഇത് രണ്ടും 2 എക്സ്പ്രഷനാണ്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഇല്ല. ക്യാൻസൽ ഒന്നും ചെയ്ത് കളയരുത്. നമുക്ക് f' കിട്ടി. ഇനി നമ്മൾ f' 0 എന്ന് കൊടുക്കാൻ പോവാം. f' is equal to 0 implies (4r² minus 2x square divided by root of 4r² minus x square is equal to 0. Therefore 4r² minus 2x square is equal to ഇത് മേളിലോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 0 ഇൻറ്റു റൂട്ട് ഓഫ് 4r² മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 0. 4r² ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ. f' 0 എന്ന് കൊടുത്തു. ഒരു ഫ്രാക്ഷൻ 0 ആകുമ്പോൾ അതിന്റെ ന്യൂമറേറ്റർ ആണ് 0, അല്ലെങ്കിൽ ക്രോസ് ചെയ്തെടുത്താൽ മതി. 4r² ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ 2x സ്ക്വയർ എന്ന് കിട്ടി. എക്സ് സ്ക്വയർ ഈസ് 4r² by 2, that is 2r². X is equal to root of 2r², that is root 2r. നമുക്ക് x root 2r എന്ന് കിട്ടി. ഇനി x root 2r ആകുമ്പോൾ ഇതിന്റെ ഏരിയ മാക്സിമം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. മാക്സിമം ആകണമെങ്കിൽ f'' (0) ആവണം. f' is equal to 4r² minus 2x square by root of 4r² minus x square. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് f'' കണ്ടുപിടിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന x is equal to root 2rൽ ഇത് (0) ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഡിഫറൻസിയേഷൻ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപാട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുക. f'' is equal to കോഷ്യൻ റൂൾ ആണ്. Denominator into, that is root of 4r² minus x square into derivative of numerator. Numerator in the derivative 4r² is a constant 0 minus 2 is a constant x square in the 2x. ഒരു പ്രാവശ്യം കൂടെ പറയാം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിൻ്റെ 4r² മൈനസ് 2x സ്ക്വയറിൻ്റെ 4r² കോൺസ്റ്റൻ്റ് ആണ് 0 മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ 2x മൈനസ്
ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. നമ്മൾ മുമ്പേ ചെയ്തതാണ് √4r² - x² ചെയിൻ റൂൾ. ഇതിനെ എക്സ് ആയിട്ട് വിചാരിക്കുക. അപ്പോൾ √x ന്റെ 1/2 √x ഇൻറ്റു എക്സ് ആയിട്ട് വിചാരിച്ച 4r² - x² ന്റെ ഡെറിവേറ്റീവ് -2x. അത് നമ്മൾ f' ചെയ്തപ്പോൾ ഒരു പ്രാവശ്യം ചെയിൻ റൂൾ അപ്ലൈ ചെയ്തതാണ്. അത് തന്നെയുള്ളൂ പ്രോസസ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ √4r² - x² ന്റെ സ്ക്വയർ 4r² - x². ഇത് നമ്മൾ ഒരുപാട് സിംപ്ലിഫൈ ചെയ്യുന്നില്ല. ഇത് ലെസ് ദാൻ 0 ആണോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. കുറച്ച് സിംപ്ലിഫൈ ചെയ്യാം. √4r² - x² ഇൻറ്റു -2 × 2x -4x. ഈ 2ഉം 2ഉം കട്ടാവും. പിന്നുള്ളത് x ഇൻറ്റു 4r² - 2x² ഡിവൈഡഡ് ബൈ √4r² - x² ഹോൾ ഡിവൈഡഡ് ബൈ 4r² - x². ഓക്കെ, ഇത് ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുന്നതേ ഉള്ളൂ. നമുക്ക് കിട്ടിയ എക്സിന്റെ വാല്യൂ √2r. therefore f '' √2r. എക്സിന് √2 എന്ന് കൊടുക്കുകയാണ്. എക്സിന് √2r എന്ന് കൊടുക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ എക്സിന് √2r എന്ന് കൊടുക്കുമ്പോൾ x² 2r² എന്ന് വരും. ഇപ്പൊ √4r² - 2r². എക്സിന് √2r എന്ന് കൊടുക്കുമ്പോൾ 2r² ഇൻറ്റു -4 × √2r പ്ലസ് അടുത്ത എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എക്സിന് √2r എന്ന് കൊടുക്കുമ്പോൾ 2r² എന്ന് വരും. 2 × 2r² 4r² എന്ന് വരും. 2x²ൽ എക്സിന് √2r എന്ന് കൊടുക്കുമ്പോൾ 2 × √2r ² എന്ന് വരും. അപ്പോൾ 2 × 2r² ദാറ്റ് ഈസ് 4r² എന്ന് വരും. 2x² 4r² എന്ന് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 4r² - 4r² 0 ആകും. അപ്പോൾ ഈ ഓൾ എക്സ്പ്രഷൻ 0 ആകും. അതുകൊണ്ട് നമുക്കത് ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. 0 എന്ന് എഴുതിയാൽ മതി. എക്സിന് ഇവിടെ √2r എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഈ എക്സ്പ്രഷൻ 0 ആയിട്ട് മാറും. ഓക്കെ, ഡിവൈഡഡ് ബൈ 4r² - 2r². ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു √4r² - 2r² 2r² ഇൻറ്റു -4 × √2r ബൈ 2r². ദിസ് ഈസ് ഈക്വൽ ടു √2 × r -4 √2 × r ബൈ 2r². r r² കട്ടാവും. അപ്പം ഇത് √2 × √2. √2 × √2 is 2 × -4 -8. √2 × √2 2 × -4 -8 by 2. -4 എന്ന് വരും. ലെസ് ദാൻ 0. therefore what? മാക്സിമം. നമ്മൾ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയെ മാക്സിമൈസ് ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ റെക്റ്റാങ്കിൾ അപ്പോഴത്തേക്ക് ഒരു സ്ക്വയർ ആയി മാറുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സ്ക്വയർ ആകണമെങ്കിൽ ലെങ്ത് ഈസ് ഈക്വൽ ടു ബ്രെഡ്ത്ത് എന്ന് കിട്ടണം. എക്സ് ആണ് ലെങ്ത്. എക്സ് നമുക്ക് √2r എന്ന് കിട്ടിയപ്പോണ്ട്. ഇനി y ഇവിടെ കണ്ടുപിടിക്കണം. വൈയുടെ റിലേഷൻ എന്താന്ന് നോക്കാം. നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു √2r എന്ന് കിട്ടി. വൈയുടെ റിലേഷൻ എഴുതാം. y ഈസ് ഈക്വൽ ടു √4r² - x². This is equal to √4r² - x², 2r². That is √2r² is equal to √2r.
x is equal to root 2r, y is also root 2r, therefore x is equal to y. That means length of the rectangle is same as the breadth of the rectangle. Therefore, when the area is maximum, the rectangle is a square. ഏരിയ മാക്സിമം ആവുമ്പോൾ ആ റെക്റ്റാങ്കിൾ ഒരു സ്ക്വയർ ആയിട്ട് മാറും. Next problem. Prove that the radius of the right circular cylinder of greatest curved surface area, which can be inscribed in a given cone, is half of that of the cone. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ കോൺ. അപ്പോൾ ഈ കോൺ ഗിവൺ ആയതുകൊണ്ട് ഇതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. ഈ കോണിൻ്റെ റേഡിയസ് നമുക്ക് r എന്നും ഹൈറ്റ് h എന്നും എടുക്കാം. അത് കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം കോൺ ഈസ് ഗിവൺ. ഇതിനകത്ത് നമ്മളൊരു സിലിണ്ടർ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. ഈ സിലിണ്ടറിന്റെ റേഡിയസ് x എന്നും ഹൈറ്റ് y എന്നും എടുക്കാം. അത് വേരിയബിൾസ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ മാക്സിമം ആകുമ്പോൾ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് ദ കോൺ. സിലിണ്ടറിന്റെ റേഡിയസ് കോണിന്റെ റേഡിയസിന്റെ പകുതിയാകും എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് നമുക്ക് പല അളവിലുള്ള സിലിണ്ടർ ഇതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. പക്ഷെ മാക്സിമം കർവ്ഡ് സർഫസ് ഏരിയ ഉള്ള സിലിണ്ടർ ആകുമ്പോൾ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് കോണിന്റെ റേഡിയസിന്റെ പകുതിയാകും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക, നമ്മൾ കോണിന്റെ റേഡിയസ് r ആയിട്ടും ഹൈറ്റ് h ആയിട്ടും സിലിണ്ടറിന്റെ റേഡിയസ് x ആയിട്ടും ഹൈറ്റ് y ആയിട്ടുമാണ് എടുത്തിരിക്കുന്നത്. നൗ curved surface area of the cylinder is 2 pi into radius into height. 2 pi into radius into height. സിലിണ്ടറിന്റെ റേഡിയസ് എക്സും ഹൈറ്റ് വൈയുമാണ്. Therefore curved surface area is equal to 2 pi x y. ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. നമുക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ വേരിയബിൾ ിലേക്ക് അതിനെ മാറ്റേണ്ടിയിരിക്കുന്നു. അതിനായി രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ട്രയാങ്കിൾ ABC ഒരു വലിയ റൈറ്റ് ട്രയാങ്കിൾ, ട്രയാങ്കിൾ PQC, അത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQC. സിമിലർ ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഞാൻ ഈ വലിയ ട്രയാങ്കിളിന്റെ AB by BC, ഏതാണത്? ഇതാണ് AB ഡിവൈഡഡ് ബൈ BC ഈക്വൽ ടു, അതേ പൊസിഷനിലുള്ള ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ്സ് എടുക്കുന്നു, PQ ഡിവൈഡഡ് ബൈ QC. ഒരു പ്രാവശ്യം കൂടെ പറയാം. ഈ വലിയ ട്രയാങ്കിളിന്റെ ഈ സൈഡ് AB ബൈ BC ഈ സെയിം ആസ് അതിനോട് സിമിലർ ആയിട്ടുള്ള ഈ ട്രയാങ്കിളിന്റെ PQC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ PQ ബൈ QC. നൗ AB എന്ന് പറയുന്നത് ഈ കോണിന്റെ ഹൈറ്റ് ആണ്. കോണിന്റെ ഹൈറ്റ് നമ്മൾ h എന്നാണ് എടുത്തിരിക്കുന്നത്, h ബൈ BC എന്ന് പറയുന്നത് കോണിന്റെ റേഡിയസ്, ദാറ്റ് ഈസ് r. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, കോണിന്റെ സിലിണ്ടറിന്റെ തമ്മിൽ മാറിപ്പോകരുത്. PQ എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് ആണ്. സിലിണ്ടറിന്റെ ഹൈറ്റ് നമ്മൾ y എന്നാണ് എടുത്തിരിക്കുന്നത്, y ഡിവൈഡഡ് ബൈ QC സൂക്ഷിക്കണം, QC എന്ന് പറയുന്നത് ഇത്രയും പോർഷനേ ഉള്ളൂ. BC എന്ന് പറയുന്ന കോണിന്റെ റേഡിയസിൽ നിന്നും BQ എന്ന് പറയുന്ന സിലിണ്ടറിന്റെ റേഡിയസ് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് QC കിട്ടുന്നത്. QC is BC minus BQ, that is R minus X. ഒരു പ്രാവശ്യം കൂടെ പറയാം. ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQC, therefore AB by BC is same as PQ by QC. AB is height of the cone h, BC is radius of the cone r, PQ is height of the cylinder, that is y, QC is
BC minus BQ. That is radius of the cone minus radius of the cylinder. From this, Ry is equal to h into r minus x. Y is equal to h by r into r minus x. അതായത് നമ്മൾ yയെ in terms of xൽ എക്സ്പ്രസ് ചെയ്തു. Therefore, curved surface area is 2 pi x into y. That is 2 pi x into y is h by r into r minus x. ഇപ്പോൾ ഇതിൽ എക്സ് മാത്രമേ ഉള്ളൂ. നമുക്കതുകൊണ്ട് ഇതിനെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് എഴുതുമ്പോൾ കോൺസ്റ്റൻസ് ആദ്യം എഴുതാം. 2 പൈ എച്ച് ബൈ ആർ, ഇത്രയും കോൺസ്റ്റന്റ് ആണ്. 2 പൈ എച്ച് ബൈ ആർ. ബാക്കിയുള്ളത് എന്താ? എക്സ് ഇൻറ്റു ആർ മൈനസ് എക്സ്. ദാറ്റ് ഈസ് 2 പൈ എച്ച് ബൈ ആർ ഇൻറ്റു Rx minus x square. ഇതാണ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ. ഇതിനെ നമുക്ക് മാക്സിമൈസ് ചെയ്യണം. ഗ്രേറ്റസ്റ്റ് എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാക്സിമൈസ് ചെയ്യണം. മാക്സിമം ആകാനുള്ള കണ്ടീഷൻ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഡബിൾ ഡാഷ് എക്സ് ലെസ് ദാൻ 0. ഇവിടെ ഡിഫറൻസിയേഷൻ വളരെ എളുപ്പമാണ്. നമുക്ക് ചെയ്തു നോക്കാം. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 2 പൈ എച്ച് ബൈ ആർ ഈസ് എ കോൺസ്റ്റന്റ്. Derivative of Rx, R is a constant, x inde 1 minus x square inde 2x. Now, f dash x is equal to 0 implies 2 pi h by r into r minus 2x is equal to 0. Okay, from this, r minus 2x is equal to 0. R is equal to 2x. X is equal to r by 2. നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിയിരിക്കുന്നു. x is equal to r by 2. ഇനിയും നമുക്ക് നോക്കേണ്ടത് ഈ കർവ്ഡ് സർഫസ് ഏരിയ മാക്സിമം ആണോ എന്നാണ്. എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. എഫ് ഡബിൾ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സിനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2 പൈ എച്ച് ബൈ ആർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആർ ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് മൈനസ് 2x ഈസ് മൈനസ് 2 മൈനസ് 4 പൈ എച്ച് ബൈ ആർ. ഇവിടെ എക്സ് ഇല്ല. എക്സിന്റെ വാല്യൂ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ലെസ് ദാൻ 0 ആണ്. Therefore, മാക്സിമം എഫ് ഡാഷ് എക്സ് എഫ് ഡബിൾ ഡാഷ് എക്സ് ലെസ് ദാൻ 0 എന്ന് കിട്ടിയിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു ആർ ബൈ 2 എന്ന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ലെസ് ദാൻ 0 എന്ന് കിട്ടിയ സ്ഥിതിക്ക് ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ എഫ് ഡബിൾ ഡാഷ് എക്സിന്റെ എക്സ്പ്രഷനിൽ എക്സ് ഇല്ല. മാക്സിമം എന്ന് കിട്ടി. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയയെ നമ്മൾ മാക്സിമൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ഈസ് ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് ദ കോൺ എന്നാണ്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എക്സ് ഈസ് ഈക്വൽ ടു ആർ ബൈ 2. എക്സ് ഈസ് ദ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ആൻഡ് ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ കോൺ. Therefore, radius of the cylinder is half the radius of the cone എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.